റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി നൽകിയ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറിനെ അതൃപ്തി അറിയിച്ച് BJP സംസ്ഥാന നേതൃത്വം. പരാതി നൽകിയത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. എന്തടിസ്ഥാനത്തിലാണ് NIAക്ക് പരാതി നൽകിയതെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ചോദ്യം. ഇനി വേടൻ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തരുതെന്നും മിനിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വേടന്റെ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന് പറയുന്ന പാട്ടിന് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ആ പാട്ടിലെ വരികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാർ NIAക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകി. മോദി കപട ദേശവാദി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വാളെടുത്തവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട്, ഊര് ചുറ്റുന്നവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട്. അതെന്താണെന്ന് വേടൻ വിശദീകരിക്കേണ്ട റൈറ്റ് വേടനുണ്ട്. നമ്മൾ പറയുന്നത് എന്താണെന്ന് അയാൾ തന്നെ നമുക്ക് പറഞ്ഞു തരണം. ഡയറക്റ്റ് ആയിട്ട് അയാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പറഞ്ഞിരിക്കുകയാണ്. ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ, ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഇൻഫ്ലുവൻസർ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുമ്പാകെ നിന്നാണ് ഇത് പാടിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അടിമത്ത വ്യവസ്ഥിതി ഇപ്പൊ എന്താ അടിമത്ത വ്യവസ്ഥിതി ഇപ്പൊ ഭാരതത്തിൽ നിലനിൽക്കുന്നത്? ഒരു തരത്തിലും ഒരു അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നില്ല. അപ്പൊ പഴയകാല കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് ഒരു സംശയത്തിന്റെ വിത്ത് പാകുക എന്നുള്ളതാണ് വേടൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും മറ്റൊരു കൺട്രിയിൽ ഇത്തരത്തിലുള്ള പ്രവണത ഒരു കാരണവശാലും അനുവദിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത് പറഞ്ഞിട്ട് ഇത്രയും ഡിലേ ആയത് എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ കണ്ണിൽപ്പെട്ട ഉടനെ തന്നെ ഞാൻ ആഭ്യന്തര മന്ത്രാലയത്തിനും NIAക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പാർട്ടിയോട് യാതൊരു കൂടിയാലോചന നടത്താതെയാണ് മിനി കൃഷ്ണകുമാർ ഇത്തരത്തിൽ ഒരു പരാതി NIAക്ക് വേടനെതിരെ നൽകിയിരിക്കുന്നത്. 4 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പാട്ടിന്റെ പേരിൽ താങ്കൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതെ, ഞാൻ കേട്ടിരുന്നത്. ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് മേടിച്ച് ഇത് തന്നെയാണ്. നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പം നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അതിൽ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ. ഞാൻ അവർക്ക് മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല. അപ്പൊ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും. കുഴപ്പമില്ല. ഇത് പ്രശ്നമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ? വിമർശനവും കാര്യങ്ങളെല്ലാം തന്നെ പാട്ടിലും തുടർന്ന് തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ല. അത് ചെയ്തിരിക്കും. ഇപ്പോ പക്ഷേ അതേസമയം തന്നെ ഈ NDAയുടെ സഖ്യത്തിൽ തന്നെ ഇപ്പോൾ ഇന്നലെ തുഷാറടക്കമുള്ള ഒരു വേടനെ അനുകൂലിച്ച് വേടനെതിരെയുള്ള അത്തരം നടപടികൾ ശരിയല്ല എന്ന് പറയുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഇലക്ഷനൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ വരെയായില്ല 2 മാസം കൂടി കഴിഞ്ഞാൽ. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന്. എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട്. എന്തുണ്ടാവണമെന്ന് വെച്ചാൽ കാണാം. ഇങ്ങനെയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടോ? പുറമേയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടെന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഞാൻ പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ട്. അത്ര തന്നെ.